ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ മത്സരത്തിൽ പോർച്ചുഗലിനെ കാത്തിരിക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. സൗത്ത് അമേരിക്കൻ കരുത്തരായ കൊളംബിയയാണ് അവരുടെ എതിരാളികൾ. വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള ഈ മത്സരം നടക്കുക. കൊളംബിയ ആദ്യത്തെ 2 മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയവരാണ്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഒരു വിജയം നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഈ മത്സരത്തിൽ നേരിടേണ്ടി വരുന്നതിനെ കുറിച്ച് ഇപ്പോൾ കൊളംബിയൻ സൂപ്പർ താരമായ ഹാമിഷ് റോഡ്രിഗസും അവരുടെ പരിശീലകനായ നെസ്റ്റർ ലോറൻസോയും സംസാരിച്ചിട്ടുണ്ട്. ഹാമിഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗോളടിക്കുന്നതും വിജയങ്ങൾ നേടുന്നതും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വരുന്ന മത്സരം ഒരു കിടിലൻ മത്സരമായിരിക്കും. പോർച്ചുഗൽ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്നാണ്. ഇതാണ് ഹാമിഷ് റോഡ്രിഗസ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം കൊളംബിയൻ പരിശീലകനായ നെസ്റ്റർ ലോറൻസോ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു മികച്ച താരമാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായി സൂക്ഷിക്കണം. ഒരു നിമിഷം പോലും അദ്ദേഹത്തെ മാർക്ക് ചെയ്യപ്പെടാതെ ഇരിക്കാൻ പാടില്ല. എല്ലാ നിലക്കും പോർച്ചുഗൽ ഒരു കംപ്ലീറ്റ് ടീമാണ്. ക്രിസ്ത്യാനോയെ മാത്രം മാർക്ക് ചെയ്താൽ പോരാ, അവരുടെ ബാക്കിയുള്ള പൊസിഷനുകളിലും മികച്ച താരങ്ങളുണ്ട്. ഇതാണ് കൊളംബിയൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടുപേരും പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വെല്ലുവിളിയായിരിക്കും, അദ്ദേഹത്തെ നന്നായി സൂക്ഷിക്കണം, എപ്പോഴും അദ്ദേഹത്തെ മാർക്ക് ചെയ്യണം എന്നൊക്കെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചു വന്നിരുന്നു. ഏതായാലും കൊളംബിയയെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് പോർച്ചുഗലിനും റൊണാൾഡോക്കും വളരെയധികം ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.